السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, നാവുകൊണ്ട് പറയാൻ വളരെ എളുപ്പം. നമ്മുടെ നന്മക്ക് ഏറ്റവും വെയിറ്റ് കൂടുവാൻ വിധത്തിൽ, നന്മകൾ തൂക്കുന്ന ത്രാസിൽ ഏറ്റവും കനം കൂടുന്നത്, റഹ്മാനായ റബ്ബിന് ഏറ്റവും പ്രിയങ്കരമായത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. എല്ലാവരും ഇത് പലപ്പോഴും എല്ലാവർക്കും അറിയുന്നൊക്കെ കാര്യമായിരിക്കും, പക്ഷെ പ്രവൃത്തി പദത്തിൽ പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. അതുകൊണ്ട് ഇതെല്ലാവരും ഇത് നടപ്പിൽ വരുത്തുക. എന്താണെന്നറിയോ, ഇത് നിങ്ങളൊരു 10 ദിവസം മുടങ്ങാതെ ചെയ്ത് നോക്കിയേ, 11ാമത്തെ ദിവസം ഓട്ടോമാറ്റിക്കലി നിങ്ങളെ മനസ്സിലത് വരും. ഒരു 10 ദിവസം കുറച്ചൊരു ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വരും. പിന്നെ അത് സ്വാഭാവികമായിട്ടും അങ്ങോട്ട് കടന്നു വന്നോളും. ഒരു ചെലവുമില്ല. അതങ്ങനെ നന്മയുടെ റെക്കോർഡിൽ അങ്ങനെ കുന്നുകൂടിക്കൊണ്ടേ ഇരുന്നോളും. അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ഇനി അടുത്ത ഹദീസ് നോക്കൂ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ് മറ്റൊരു ഹദീസ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു അൻ യഖൂല ഫീ റുകൂഇഹി വസുജൂദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി യതഅവ്വലുൽ ഖുർആൻ. എന്താ പറയുന്നതെന്ന് വിശദീകരിച്ചു തരാം. അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ റുകൂഇലും സുജൂദിലും പറയാറുണ്ടായിരുന്ന ഒരു തസ്ബീഹാണ്, അതും ഹംദ് ചേർത്ത തസ്ബീഹാണ്. ഏതാണത്? സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. അവിടെ ഒരു പ്രാർത്ഥനയും കൂടെ ഉണ്ട് എന്നർത്ഥം. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി യതഅവ്വലുൽ ഖുർആൻ. ഖുർആനിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് നബിതങ്ങൾ അത് പറഞ്ഞത്. യതഅവ്വലുൽ ഖുർആൻ ദിക്റല്ല കേട്ടോ, അത് ഖുർആനിനെ വ്യാഖ്യാനിച്ചിട്ട് നബി ഈ ദിക്ർ പഠിപ്പിച്ചു തന്നു എന്നാ. അതേതാ ഖുർആനിലെ സൂറത്ത്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. പരിശുദ്ധ ഖുർആനിൽ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജഅലുഹാ ഫീ റുകൂഇക്കും, ഇത് നിങ്ങളുടെ റുകൂഇൽ ചൊല്ലിക്കോളൂ. അങ്ങനെയാണ് റുകൂഇൽ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് ചൊല്ലുന്ന കാര്യം പഠിപ്പിച്ചിരുന്നത്. പിന്നെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന ആയത്തിറങ്ങിയപ്പോൾ നബിതങ്ങൾ സഹാബിമാരോട് പറഞ്ഞു, ഇജ്അലൂഹാ ഫീ സുജൂദിക്കും, ഇത് നിങ്ങളുടെ സുജൂദിൽ ചൊല്ലിക്കോളൂ. അങ്ങനെയാണ് സുജൂദിൽ എന്ത് പറയാൻ തുടങ്ങിയത്? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. പിന്നെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന ഈ സൂറത്ത് ഇറങ്ങി. അത് അവസാന കാലത്താണ് ഇറങ്ങുന്നത്. അതിൻ്റെ ഭാഗം എന്താണ്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ അവന് തസ്ബീഹ് ചെയ്തോളൂ. വസ്തഗ്ഫിറുഹു, നീ അവനോട് പാപമോചനത്തെ തേടുകയും ചെയ്തോളൂ എന്ന ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്അലൂഹാ ഫീ റുകൂഇക്കും വസുജൂദിക്കും, ഇത് നിങ്ങളുടെ റുകൂഇലും ചൊല്ലിക്കോളൂ സുജൂദിലും ചൊല്ലിക്കോളൂ. ഈ സൂറത്തുൻ നസ്ർ ഇറങ്ങിയതിൻ്റെ ശേഷം. അപ്പോൾ അതിൽ ദുആ കൂടിയുണ്ട്. അപ്പോൾ റുകൂഇലും നമുക്ക് ചൊല്ലാവുന്നതാണ്, സുജൂദിലും ചൊല്ലാവുന്നതാണ്. ഏത്? സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്നുള്ളത്. അപ്പോൾ അതും കൂടെ നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കുക. ഇനിയും കേട്ടോളൂ. അത്തുഹൂറു ശത്രുൽ ഈമാൻ. നബിതങ്ങൾ പറയണം, ഓരോന്നിൻ്റെ ഗുണങ്ങൾ പറയണം. ശുദ്ധി ഈമാനിൻ്റെ പാതിയാണ്. ഒരു യഥാർത്ഥ മുഅ്മിൻ എപ്പോഴും വൃത്തി ഉണ്ടാകും, ശുദ്ധി ഉണ്ടാകും. കാരണം അത് അവൻ്റെ വിശ്വാസത്തിൻ്റെ പാതിയാണ്. വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, ഒരു അൽഹംദുലില്ലാ മീസാൻ നിറക്കുന്നു.
അള്ളാഹുവിനെ സ്തുതിക്കുന്നവർ അൽഹംദുലില്ല മീസാനിനെ നിറക്കും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലആനി മാ ബൈനസ് സമാവാതി വൽ അർളി. ഒക്കെ സഹിഹായ ഹദീസുകളാണ്. സുബ്ഹാനല്ലാഹും വൽഹംദുലില്ലയും രണ്ടും ആകാശഭൂമികൾക്കിടയിലുള്ളത് നിറക്കാൻ മാത്രം മഹത്വമുള്ളതാണ്. വസ്സലാത്തു നൂറുൻ, നിസ്കാരം പ്രകാശമാണ്. ഖബറിലും നാളെ മഹ്ശറിൽ നമുക്ക് സിറാത്ത് പാലത്തിലും. വസ്സദഖത്തു ബുർഹാനുൻ, നമ്മുടെ ദാനധർമ്മങ്ങൾ നമുക്കുള്ള ലക്ഷ്യങ്ങളാണ് നാളെ മഹ്ശറിൽ രക്ഷപ്പെടാൻ. വസ്സബ്റു ളിയാഉൻ, ക്ഷമ നമുക്കുള്ള വെളിച്ചമാണ് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും. പരലോകത്ത് കണക്കല്ലാത്ത പ്രതിഫലം അത് കാരണം അവർക്ക് കിട്ടുന്ന ആ വെളിച്ചവും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുകയാണ്. വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഒന്നുകിൽ നിനക്ക് അനുകൂലമായി വരും, അല്ലെങ്കിൽ നിനക്ക് എതിരായി വരും. അതനുസരിച്ച് ജീവിച്ചവർക്ക് ഖുർആൻ അനുകൂലമായിരിക്കും, ഖുർആനിനെ കൈവടിഞ്ഞവർക്ക് ഖുർആൻ പ്രതികൂലമായിട്ടായിരിക്കും പരലോകത്ത് സംസാരിക്കുക എന്ന്. അപ്പം ഇതിലും ഈ ഹദീസ് ഞാൻ കേൾപ്പിച്ചതെന്തിനാണ്? സുബ്ഹാനല്ലാഹയുടെയും അൽഹംദുലില്ലയുടെയും ഒക്കെ മഹത്വങ്ങൾ നമ്മൾ പലവരും കേൾക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ അത് പലപ്പോഴും ഇല്ലാത്തതുപോലെയാണ്. ഉണ്ടെങ്കിൽ നമ്മുടെ ഒഴിവ് സമയങ്ങൾ നമ്മൾ ഇതൊക്കെ ധാരാളമായി ചൊല്ലുവാനും ഉരുവിടാനും അർത്ഥവും ആശയവും ചിന്തിച്ചുകൊണ്ട് അതൊക്കെ നിർവഹിക്കുവാനും തയ്യാറാകുമായിരുന്നു. അതിനുള്ളൊരു തൗഫീക്കിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് തേടണം. ഇനി ഇപ്പം സുജൂദിലെ തസ്ബീഹുകൾ പല വിധത്തിൽ വന്നിട്ടുണ്ട്. സുജൂദിൽ ചൊല്ലേണ്ടുന്ന തസ്ബീഹുകൾ പല വിധത്തിലുണ്ട്. ഒന്ന്, റുക്കൂയിലും സുജൂദിലും ചൊല്ലാവുന്ന ദിക്റുകളുണ്ട്. അതിപ്പോൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഇപ്പം നമ്മൾ കേട്ടത് തന്നെയാണ്. ഇതേപോലെ തന്നെയാണ് ഏത്? സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. ഇതും നമുക്ക് റുക്കൂയിലും ചൊല്ലാം സുജൂദിലും ചൊല്ലാം. മിക്ക ആളുകൾക്കും അറിയാവുന്ന ദിക്റായിരിക്കും, അല്ലാത്തവർ പഠിച്ചെടുക്കണം. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. ഇത് നമുക്ക് റുക്കൂയിലും ചൊല്ലാം സുജൂദിലും ചൊല്ലാം. ഫർള് നിസ്കാരത്തിൽ ഇപ്പോൾ നമ്മൾ ജമാഅത്ത് പങ്കെടുക്കുമ്പോൾ ഇതൊന്നും ചൊല്ലാൻ സമയം ഉണ്ടാവില്ല. സുന്നത്തുകളിലാണ് നമുക്ക് ഇതിനൊക്കെ അവസരം കിട്ടുക. നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ നമുക്ക് എത്രയും തസ്ബീഹുകൾ അധികരിപ്പിക്കാലോ. ഇപ്പം നിസ്കാരത്തിലെ തസ്ബീഹുകളെ കുറിച്ച് ആളുകൾ സംശയം ചോദിക്കാറുണ്ട്. അത് ഇത്ര തവണ മാത്രമേ ചൊല്ലാവൂ എന്നുണ്ടോ? അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ മിനിമം പരിധി? സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അഅല, ഇതൊക്കെ ഇപ്പോൾ റുക്കൂയിലും സുജൂദിലും മിനിമം ഒരു തവണ പറഞ്ഞാലും മതി. ഒരു തവണ പറഞ്ഞാലും മതി. ആ ഇളവാരും അങ്ങനെ എടുക്കരുത് കേട്ടോ. നിസ്കാരത്തെ ബാധിക്കൂല എന്നുള്ള ആൾക്ക് നമ്മളെപ്പോഴും ഇളവെടുക്കുക. എപ്പോഴും ഇളവും മൽക്കാണ് നമ്മൾ അത് ഓർത്തു വെക്കും. ഇന്ന് കിട്ടിപ്പോയി, ഇത് വെറുതെ എന്തിനാ ഈ അടങ്ങറായിട്ട് മൂന്നോട്ടൊക്കെ പറയുന്നത്. ഒറ്റത്തവണ എന്ന് പറഞ്ഞാൽ എത്ര വേഗം നിസ്കാരം കഴിയും എന്ന് കരുതണ്ട. അതൊരു മിനിമം അളവ് പറഞ്ഞതാണ്. അതായാലും മതി. പക്ഷെ നമ്മൾ സാധാരണ ചോറുന്നുമ്പോൾ ഒരു ചോറ് മാത്രമല്ല ഉണ്ടാവുക. അതിൽക്കൊരു കറി വേണം, ഒരു ഉപ്പേരി വേണം, ഒരു തോരൻ വേണം, പിന്നെ ഒരു പപ്പടം വേണം, തൊട്ട് നക്കാൻ ഒരു അച്ചാർ വേണം. ഇതൊക്കെ കൂടിയില്ലെങ്കിൽ ഞാൻ മുമ്പും പറയുന്നത് പോലെ നമ്മൾ കണ്ണും മൂറൊക്കെ മാറും. വാസ്തവത്തിൽ ഒരു വിശപ്പ് മാറാനൊരു ചോറ് പോലെ. പിന്നെ എന്തിനാ അതിൽക്കൊരു കറി, അതിൽക്കെന്തിനാ ഒരു പപ്പടം, അതിൽക്കെന്തിനാ ഒരു അച്ചാർ? അതൊക്കെ ഉണ്ടാവുമ്പോഴേ അതിൻ്റെ ഒരു പൂർണ്ണത നമുക്ക് ദുന്യാവിൽ ശരിയാവുന്നുള്ളൂ. ദീനിൽ അതൊക്കെ നമുക്ക് വേണം. അതില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അതൊരു സുന്നത്തല്ലേ, ഇതൊക്കെ വേണമെന്നുണ്ടപ്പോൾ ഒരു കൂട്ടാനും ഒരു ചോറും ഉണ്ടായാൽ തന്നെ വയറിറക്കും ഭക്ഷണം കഴിച്ചൂടെ? ഇനി മറ്റുള്ളതൊക്കെ പോട്ടെ, ചോറ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് മറ്റുള്ളതൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെ സ്വഭാവമൊക്കെ മാറൂലേ? അതെന്താ കാരണം? അപ്പം അതിൻ്റെ ഒരു പൂർണ്ണത നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ദുന്യാവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആഖിറത്തിൻ്റെ കാര്യത്തിൽ എന്തായാലും ഇതൊക്കെ വേണ്ട. അപ്പം ഞാൻ എപ്പോഴും പറയും, ഈ സുന്നത്തല്ലേ എത്തിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളുടെ ഒരു കാര്യങ്ങളും ഇങ്ങനെ മാറ്റി വെക്കരുത്. കാരണം ആ ഒരു സുന്നത്ത് കിട്ടാത്തതിൻ്റെ പേരിലാവും പരലോകത്ത് നമുക്ക് വലിയ നഷ്ടം ചിലപ്പോൾ ഉണ്ടാവുക. പിന്നോട്ട് വന്ന് തിരിച്ചിട്ട് ഇതൊന്നും നേടിയെടുക്കാനുള്ള സമയവും സന്ദർഭവും ഇല്ലതാണ്. ദുന്യാവിലത്തെ ഓരോ കാര്യം ഒന്നിപ്പോൾ ഉച്ചക്കില്ലെങ്കിൽ രാത്രി അതിന് ഇഷ്ടം പോലെ ഇരട്ടി വേണമെങ്കിൽ വേണം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ പൂർണ്ണതയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ആഖിറത്തിൻ്റെ കാര്യത്തിൽ അതില്ലല്ലോ. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം. ഇതൊക്കെ മാറി മാറി ചൊല്ലണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റുക്കൂയിലും സുജൂദിലും ചൊല്ലിയിരുന്ന ദിക്റുകളാണ്. ഇനി അതേപോലെ തന്നെ രണ്ടിലും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് സുബ്ഹാനദിൽ ജബറൂത്തി വൽ മലകൂത്തി വൽ കിബ്രിയാഇ വൽ അളമ.
സുബ്ഹാനദിൽ മലക്കൂത്തി വൽ ജബറു, സുബ്ഹാനദിൽ ജബറൂത്തി, ഇതൊക്കെ അള്ളാഹുവിനെ പുകഴ്ത്താണ്. ഇതൊക്കെ സുബ്ഹാന മഹാപരിശുദ്ധനാര്, ദിൽ ജബറൂത്ത് വൽ മലക്കൂത്ത് വൽ കിബ്രിയാഇ വൽ അളമ, ഒക്കെ റബ്ബിനെ അങ്ങനെ പ്രശംസിക്കുകയാണ്. അള്ളാഹ്ക്ക് അത് എന്തിഷ്ട, ഒക്കെ ധാരാളം പറയുക. അപ്പോൾ അതൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിഫലത്തിന് അവന് നിമിത്തമാക്കുന്ന സംഗതികളാണ്. ഇനിയും ധാരാളം സുഹൃത്തുക്കളെ ഇതേപോലെ തന്നെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുബ്ഹാന റബ്ബിയൽ അലീം എന്നുള്ളതുണ്ട്, സുബ്ഹാന റബ്ബിയൽ അഅല, അതൊക്കെ അത് റുക്കൂയിൽ മാത്രമുള്ളതാണ് സുബ്ഹാന റബ്ബിയൽ അലീം എന്നുള്ളത്. മറ്റേത് സുബ്ഹാന റബ്ബിയൽ അഅല സുജൂദിൽ മാത്രമുള്ളതാണ്. ഈ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി ചേർത്ത് ഒന്നുകൂടി പറയാണ്. മിനിമം 1 മതി എന്ന് പറഞ്ഞല്ലോ, 3 അതിൻ്റെ പൂർണ്ണതയാണ്. ഇനി 3ഉം കഴിഞ്ഞിട്ട് നമുക്ക് സമയമുണ്ട്, അപ്പോൾ ചൊല്ലിക്കൂടാന്നാണ് പല ആളുകളുടെയും ധാരണ. നിങ്ങൾ ഒറ്റയിൽ അവസാനിപ്പിക്കുന്നതിൽ 5 ആക്കിക്കോളൂ, 7 ആക്കിക്കോളൂ, 9 ആക്കിക്കോളൂ, എത്രയും നമുക്ക് അധികരിപ്പിക്കാം. ഇമാമ് നിൽക്കുന്ന ആൾക്കത് അനുവദനീയല്ല. അദ്ദേഹം മിനിമമേ ചെയ്യാവൂ. മിനിമം എന്ന് പറഞ്ഞാൽ 3 തവണ ഉള്ളതേ ചെയ്യാവൂ. കാരണം ബാക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കരുത്. നമ്മൾ ഒറ്റക്ക് സുന്നത്ത് നിസ്കരിക്കുമ്പോഴും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ, ഇപ്പോൾ സ്ത്രീകൾ പലപ്പോഴും ജമാഅത്ത് കിട്ടാതെ അവർ വീടുകളിൽ വെച്ച് നിർവഹിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ അവർക്കിതൊക്കെ ധാരാളം എത്രയും അധികരിപ്പിക്കാം. ഈ ദിക്റുകളൊക്കെ അവർക്ക് 3ഓ 7ഓ ഒക്കെ അവർക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ അതും കൂടെ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ സബ്ബഹു ബിഹംദി റബ്ബിഹിം എന്നുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞു. പിന്നെയോ വഹും ലാ യസ്തക്ബിറൂൻ എന്നും കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറഞ്ഞല്ലോ. അവരഹങ്കാരം കാണിക്കുന്നവരല്ല, ഒരിക്കലും അഹങ്കാരം കാണിക്കൂല. കൽപ്പന കിട്ടിയ ആ കൽപ്പനയാണ് മാനിക്കലാണ് യഥാർത്ഥ വിശ്വാസികൾ. യഥാർത്ഥ വിശ്വാസികൾ എപ്പോഴും അങ്ങനെയാണ് എന്നാണ്. അപ്പം അതുകൊണ്ടാണ് മലക്കുകളെയൊക്കെ സ്വഭാവം പറഞ്ഞെടുത്ത് ഖുർആൻ പറയുന്നുണ്ട്, ഇന്നല്ലദീന ഇൻദ റബ്ബിക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ആളുകൾ, റബ്ബിൻ്റെ അടുക്കലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ മലക്കുകളാണ്. ലാ യസ്തക്ബിറൂന അൻ ഇബാദത്തിഹി, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നതിൽ ഒരഹങ്കാരം അവർ കാണിക്കൂല എന്നാണ്. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ കൽപ്പന എന്താണെങ്കിൽ ആ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ ഒരല്പം പോലും നമ്മുടെ മനസ്സിലൊരു അഹന്ത തോന്നിക്കൂടാന്നാണ്. മുഅ്മിനീങ്ങൾക്ക് ഇത് ഉണ്ടാവാൻ പാടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓരോ ആയത്തുകൾ എടുത്ത് വിശദീകരിച്ചത് അതായിരുന്നു. ഒരഹങ്കാരവും തോന്നാതെ സമിഅന വഅതഅന, ഞങ്ങളത് കേട്ടു, ഞങ്ങളതനുസരിച്ചു. റബ്ബിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അഹങ്കരിച്ച ആദ്യ വ്യക്തി ആരായിരുന്നു? അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് ധിക്കാരം പ്രവർത്തിച്ച ആദ്യ വ്യക്തി ഇബ്ലീസ്. ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു ആദമിൻ്റെ മുമ്പിൽ. അതവൻ ധിക്കരിക്കാൻ കാരണം പറഞ്ഞതെന്താണ്? കിബറാണ്. ഖുർആൻ പറഞ്ഞില്ലേ, അബാ, അവൻ വിസമ്മതിച്ചു, വസ്തക്ബറാൻ, അവൻ അഹങ്കാരം കാണിച്ചു. ഇന്നും ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നു? നിസ്കാരത്തിനുള്ള ആഹ്വാനവും കൽപ്പനകളുമൊക്കെ കേട്ടിട്ടും അവരെന്ത് ചെയ്യുന്നില്ല? നിസ്കരിക്കാൻ തയ്യാറാകുന്നില്ല. ഒരഹങ്കാരം, നിസ്കരിക്കൊന്നുമില്ല, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരുപടി ആളുകൾ നമസ്കാരത്തെ ഒഴിവാക്കുന്നു, മനഃപൂർവ്വം ഒഴിവാക്കുന്നു. അഹന്തയോടെ ഒഴിവാക്കുന്നവർ, അല്ലാത്തവർ, അതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തവർ ഒക്കെയുണ്ട്. ഇവരൊന്നും മുഅ്മിനീങ്ങളാവൂല, യഥാർത്ഥ വിശ്വാസികളായി മാറുകയില്ല. നാളെ മഹ്ശറിൽ ഒരു രംഗം വരാനിരിക്കുന്നുണ്ട്. സൂറത്തുൽ ഖലമിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു അത് പറയുന്നുണ്ട്. യൗമ യുക്ശഫു അൻ സാഖിൻ വയുദ്ഔന ഇലസ്സുജൂദി ഫലാ യസ്തതിഊൻ ഖാശിയതൻ അബ്സാറുഹും തർഹഖുഹും ദില്ലഹ വഖദ് കാനൂ യുദ്ഔന ഇലസ്സുജൂദി വഹും സാലിമൂൻ. അല്ലാഹുവിനെ നാളെ മഹ്ശറിൽ കാണുമ്പോൾ ദുന്യാവിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിച്ചിരുന്ന സർവ്വവിശ്വാസികളും ഉടനെ സുജൂദിൽ വീഴുന്നതാണ്. മഹ്ശറിലെ അള്ളാഹുവിനെ കാണുന്നതോടുകൂടി യൗമ യുക്ശഫു അൻ സാഖിൻ വയുദ്ഔന ഇല സുജൂദ്, അങ്ങനെ അവർ പെട്ടെന്ന് സുജൂദ് ചെയ്യും. പക്ഷേ അവിശ്വാസികൾക്ക് അതിന് കഴിയൂല. അവർ കെട്ടിമറിഞ്ഞ് വീഴുക. സുജൂദ് ചെയ്യാൻ അവർക്ക് കാൽമുട്ടം വളയൂല, സുജൂദ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയൂല. എന്തേ കാരണം? ഖാശിയതൻ അബ്സാറുഹും തർഹഖുഹും ദില്ലഹ, പേടിച്ചരണ്ട അവരിങ്ങനെ നിൽക്കുകയാണ്. മോമിനീങ്ങൾ ഇങ്ങനെ സുജൂദിൽ വീഴുന്ന കാഴ്ച ഒരു കൂട്ടം ആളുകൾ മഹ്ശറിൽ നിന്ന് ഇങ്ങനെ പേടിച്ചരണ്ട് നോക്കി നിൽക്കും. എന്താ? അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയണില്ല. എന്താ ഇതിന് അല്ലാഹ് കാരണം പറയണത്? അത് ശരിക്കും ശ്രദ്ധിച്ചോളൂ. വഖദ് കാനൂ, അവരായിരുന്നു, യുദ്ഔന ഇല സുജൂദി,
സുജൂദിന് വേണ്ടി അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ആഖിറത്ത് ദുന്യാവിൽ വെച്ച്. വഹും സാലിമൂൻ, അവർക്ക് ആരോഗ്യത്തിനൊരു തകരാറില്ലാതെ ദുന്യാവിൽ അവർ ജീവിച്ചിരുന്ന കാലത്ത് അള്ളാഹ് പറഞ്ഞിരുന്നു, നിങ്ങൾ എനിക്ക് കൃത്യസമയത്ത് സുജൂദ് ചെയ്തോളി, റുക്കൂ ചെയ്തോളി, നിസ്കരിച്ചോളി. അന്നവരതിനെ അംഗീകരിച്ചില്ല. പരലോകത്ത് നരകശിക്ഷയൊക്കെ മുന്നിൽ കാണുമ്പോൾ, അള്ളാഹാണ് കാണുമ്പോൾ സുജൂദ് ചെയ്യാൻ തിരക്കൂട്ടാണ്. മുഅ്മിനീങ്ങൾ അവരുടെ പഴയ സമ്പ്രദായം അനുസരിച്ച് റബ്ബിൻ്റെ മുമ്പിലാണ് സുജൂദിൽ വീഴാൻ നോക്കുമ്പോൾ, കാഫിറിനും നിഷേധികളായ ആളുകൾക്കും തെമ്മാടികൾക്കും അതിന് കഴിയാതെ അവനിങ്ങനെ പേടിച്ചരണ്ട് നിൽക്കണേ. അപ്പൊ പരലോകത്ത് റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് സുജൂദിൽ വീഴാനുള്ള ഭാഗ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ സുജൂദ് അധികരിപ്പിച്ചവർക്കാണ് അതിന് സാധ്യമാവുക. സ്വർഗത്തിൽ പദവി കൂടുക സുജൂദ് അധികരിപ്പിക്കുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബീഅത്ത് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ അള്ളാഹിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്താ ദുആ ചെയ്യേണ്ടത്? നിങ്ങളെ കൂടെ എനിക്ക് സ്വർഗത്തിൽ വേദി പങ്കിടണം, നിങ്ങളുടെ ചാരത്ത് സ്വർഗത്തിൽ എനിക്ക് സീറ്റ് കിട്ടണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഫഅഇന്നി അലാ നഫ്സിക ബി കസറത്തി സുജൂദ്, ഞാൻ വിഷയത്തിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ അള്ളാഹിനോട് പറയാം, പക്ഷെ നീ നിന്റെ ഭാഗത്ത് നിന്ന് നീ ഒരു ഹെൽപ്പ് ചെയ്യണം. അതെന്താ? കസറത്തു സുജൂദ് കൊണ്ട് നീ എന്നെ സഹായിക്കണം, ധാരാളം സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരാളം സുജൂദ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് നിസ്കരിക്കുക. നിസ്കാരങ്ങൾ നമുക്ക് എത്രയാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്? ഫർദ് നിസ്കാരങ്ങളുടെ ഇതിന് പുറമെ അതൊക്കെ നമുക്ക് റബ്ബിൻ്റെ അടുക്കലേക്കുള്ള നമ്മുടെ പദവിയെ ഉയർത്തുന്നതാണ്. അപ്പോൾ അഹങ്കാരമില്ലാത്ത നിലയ്ക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കുക ആർക്ക് മാത്രമാണ്? മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. അവരേ ഇതൊക്കെ ചെയ്യുകയുള്ളൂ. അല്ലാത്തവർക്ക് ദുന്യാവിലും കഴിയൂല, ആഖിറത്തിൽ അവർ അള്ളാഹിനെ കാണുമ്പോൾ സുജൂദ് ചെയ്യാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നതാണ്. ഇവിടെ ഒരു വക്ത് സുജൂദ് ചെയ്യാത്തവൻ അവിടെ റബ്ബിനെ കാണുമ്പോൾ കണ്ട് സുജൂദിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. കെട്ടിമറിഞ്ഞ് അവൻ നിലംപതിക്കുക എന്നല്ലാതെ അവൻ്റെ നടുവളയുന്നില്ല, കാൽമുട്ട് വളയുന്നില്ല. സുജൂദ് ആ സുജൂദിൻ്റെ രൂപത്തിൽ റബ്ബിൻ്റെ മുമ്പിൽ ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. അതാ സൂറത്തുൽ ഖലമിൽ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹു ആ പറഞ്ഞതിൻ്റെ പൊരുളതാണ്. അപ്പോൾ നമ്മൾ 5 നേര നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധ കാണിക്കണം. അതിൻ്റെ പുറമെ 5 നേര നിസ്കാരങ്ങളിൽ വരുന്ന പോരായ്മകൾ പരിഹരിക്കപ്പെടുക ഏത് മുഖേനയാണ്? സുന്നത്തുകൾ മുഖേനയാണ്. ആ സുന്നത്തുകൾ നമ്മൾ ധാരാളമായിട്ട് എന്ത് ചെയ്യണം? അധികരിപ്പിക്കണം. എന്നാൽ തന്നെ നമ്മുടെയൊക്കെ നിസ്കാരത്തിൻ്റെ മഹത്വം റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ അത് രേഖയായി വരുമ്പോൾ എത്രത്തോളം ഉണ്ടാവുക എന്ന് നമ്മൾ വല്ലാതെ പേടിക്കണം. അതിന് നമ്മൾ അള്ളാഹിനോട് എപ്പോഴും ഓരോ നിസ്കാരം കഴിഞ്ഞാലും ഫർള് കഴിഞ്ഞാലും ഒക്കെ നമ്മൾ തേടുന്നുണ്ട്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ ആവുന്ന വിധത്തിലൊക്കെ ശ്രദ്ധയും സൂക്ഷ്മതയും ഒക്കെ പുലർത്തിയിട്ട് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. ഒരുപാട് പോരായ്മ വന്നിട്ടുണ്ടാവും റബ്ബേ. എന്ത് പോരായ്മ എൻ്റെ നിസ്കാരത്തിൽ വന്നിട്ടുണ്ടെങ്കിലും നീ പൊറുത്തിട്ട് പൂർണ്ണമായി നീ എൻ്റെ നിസ്കാരം കബൂലാക്കണേന്നാണ് അസ്തഗ്ഫിറുല്ലാഹ് നമ്മൾ നിസ്കാരം ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ആ 3 വട്ടം പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ ഒരിക്കലും മറക്കാതെ ആ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. ഇനി ഈ ഇടം ഇപ്പോൾ ഹും ലാ യസ്തക്ബിറൂൻ കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സാധ്യതയുണ്ടെങ്കിൽ സുജൂദിൻ്റെ അവസരമാണ്. പരിശുദ്ധ ഖുർആനിൽ 15 സ്ഥലത്താണ് ഇങ്ങനെ തിലാവത്തിൻ്റെ സുജൂദ് വന്നിട്ടുള്ളത്. സുജൂദുകൾ പല വിധത്തിലുണ്ട്. സുജൂദ് സഹ്വ്, സഹ്വിൻ്റെ സുജൂദ് നമുക്കൊക്കെ അറിയാം. സുജൂദ് ശുക്ർ, ശുക്റിൻ്റെ സുജൂദ് അതും നമുക്കറിയാം. അതേ അവസരത്തിൽ സുജൂദ് തിലാവത്ത്, തിലാവത്തിൻ്റെ സുജൂദ് ഒരൊറ്റ സുജൂദേ അതുള്ളൂ, ഒരൊറ്റ സുജൂദേ അതുള്ളൂ. സഹ്വിൻ്റെ സുജൂദ് 2 ഉണ്ട്, ശുക്റിൻ്റെ സുജൂദും ഒന്നേയുള്ളൂ. അപ്പോൾ ഈ തിലാവത്തിൻ്റെ സുജൂദ് നമ്മൾ നിർവഹിക്കാൻ പരിശുദ്ധ ഖുർആനിൽ 15 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ നമുക്ക് അങ്ങനെ സുന്നത്താക്കിയിട്ടുള്ളവയുണ്ട്. പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ഓടിച്ചു പോകേണ്ട കാര്യമില്ല. പരിശുദ്ധ ഖുർആനിൽ എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ കണ്ടില്ലേ, വഹും ലാ യസ്തക്ബിറൂൻ കഴിയുന്നിടത്ത് ഒരു പ്രത്യേക ചിഹ്നം കണ്ടോ? ഒരു പ്രത്യേക ചിഹ്നം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ സുജൂദ് ചെയ്യൽ പുണ്യകരമാണ്. ഒരു സൂറത്തുൽ അഅറാഫ്, റഅദ്, നഹ്ല്, ഇസ്റാ, മറിയം, ഹജ്ജ്, ഫുർഖാൻ, നംല്, സജദ, സ്വാദ്, ഫുസ്സിലത്ത്, നജ്മ്, ഇൻഷിഖാഖ്, അലഖ്. അപ്പോൾ 14 ഒന്നും കൂടി ആകാൻ കാരണം ഹജ്ജിൽ 2 ഉണ്ട്. അപ്പോൾ 15 മനസ്സിലായില്ലേ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇനി അതിന് സംബന്ധമായിട്ട് നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ സാധാരണ പല ആളുകളും ചോദിക്കാറുള്ള ചില സംശയങ്ങളുണ്ട്. അതാണ് ഇനി
ഒന്നാമത്തത്. അതിൻ്റെ മുമ്പ് നമുക്ക് ഈ സുജൂദിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ഈ സുജൂദുകൾ ചെയ്യുമ്പോൾ ഓരോ സുജൂദ് കൊണ്ടും കിട്ടാവുന്ന നേട്ടം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ തൻ്റെ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം ഏതാന്ന് ചോദിച്ചാൽ അഖറബമായ യകൂനുൽ അബ്ദു ഫി റബ്ബിഹി, ഒരു അബ്ദ് തൻ്റെ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന നേരം ഏതാണ്? സുജൂദാണ്. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ ധാരാളം പ്രാർത്ഥിച്ചോളി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫഖമിനുൻ അൻ യുസ്തജാബ ലക്കും, നിങ്ങളുടെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഏറ്റവും അർഹമായ സമയമാണത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സുജൂദിൻ്റെ മഹത്വം. ഇനി മറ്റ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ഖറഅ ഇബ്നു ആദമ അസ്സജദ, മനുഷ്യൻ സുജൂദിൻ്റെ ആയത്തോതിയിട്ട് ഫസജദ, അവൻ സുജൂദ് ചെയ്താൽ യഅ്തസല ശൈത്താനു യബ്കി, ശൈത്താൻ കരഞ്ഞുകൊണ്ടാണ് മാറിപ്പോകുന്നത്. നമ്മൾ സുജൂദിൻ്റെ ആയത്തോതിയിട്ട് അവിടെ സുജൂദ് ചെയ്യുമ്പോൾ ശൈത്താൻ പൊട്ടിക്കരയുന്നു. എന്നിട്ട് അവൻ പറയും, യാ വൈല, ഞാൻ എത്ര നശിച്ചവനാണ്, എൻ്റെ നഷ്ടമേ എന്ന് ശൈത്താൻ വിലപിച്ചുകൊണ്ട് പറയും. ഉമിറ ഇബ്നു ആദം ബിസ്സുജൂദി, ആദമിൻ്റെ പുത്രൻ മനുഷ്യൻ സുജൂദ് കണ്ട് കൽപ്പിക്കപ്പെട്ടപ്പോൾ ഫസജദ, അവൻ എന്ത് ചെയ്യുന്നു? അവൻ സുജൂദ് ചെയ്തു. ഫലഹുൽ ജന്ന, അത് കാരണമായിട്ട് അവൻ എന്ത് കിട്ടാൻ പോകുന്നു? സ്വർഗണ്ട്. വ ഉമിർതു ബിസ്സുജൂദി, ഞാൻ സുജൂദ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരുന്നു, പക്ഷേ ഫഅസൈതു, ഞാൻ അതിനനുസരിച്ചില്ല, ഞാൻ ധിക്കാരമാണ് ചെയ്തത്. ഫലിയന്നാർ, എനിക്ക് നരകാണല്ലോ കിട്ടുക എന്നും പറഞ്ഞിട്ട് അവൻ വിലപിക്കും എന്നാണ്. അപ്പം എത്ര മഹത്വമുണ്ട് നമ്മളൊരു സുജൂദ് ചെയ്യുമ്പോൾ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അടുത്ത ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഖറഅൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സംഭവം ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൻ നജ്മ് ബി മക്ക, മക്കയിൽ വെച്ച് സൂറത്തുൻ നജ്മ് പാരായണം ചെയ്തു. ഫസജദ ഫീഹാ, അതിൽ സുജൂദിൻ്റെ ഇടത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്തു. വസജദ മൻ മഅഹു ഗൈറ ശൈഖ്, കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും സുജൂദ് ചെയ്തു. അത്യധികം കിബറുള്ള ഒരു തന്ത സുജൂദ് ചെയ്തില്ല. അത് വേറെ വിഷയത്തിൽ, അത് വിശദീകരണം വരെ ഞാൻ അപ്പം അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. എന്തായിരുന്നാലും അന്ന് അവിടെ എല്ലാവരും സുജൂദ് ചെയ്തു എന്നാണ് കേട്ടപ്പോൾ, എല്ലാവരും സുജൂദ് ചെയ്തു എന്നാണ്. അപ്പോൾ സൂറത്തുൻ നജ്മ്. എന്നാൽ ഈ സുജൂദിൻ്റെ ഇടങ്ങളിൽ സുജൂദ് ചെയ്യൽ നിർബന്ധമാണോ? വിധി എന്താണ്? നിർബന്ധമാണോ? ചെയ്തതിലെ ശിക്ഷട്ടോ? ഇല്ല. അതിൻ്റെ തെളിവ് കേട്ടോളി. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖറഅതു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിന് ഒരിക്കൽ വന്നജ്മി സൂറത്ത് ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഫലം യസ്ജുദ് ഫീഹാ, അല്ലാഹുവിൻ്റെ റസൂൽ അതിൽ സുജൂദ് ചെയ്തില്ല. അപ്പോൾ അത് വിഷയം പഠിപ്പിക്കാനാണ്, അനുവദിക്കപ്പെട്ടാണ്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠം സുജൂദ് ചെയ്യൽ തന്നെയാണ്. ഒഴിവാക്കിയ ശിക്ഷയൊന്നുമില്ല, പക്ഷെ നമ്മൾ ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം. നിർബന്ധമല്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് പണ്ഡിതന്മാർ ആ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ, മസ്അലകൾ ആ വിഷയത്തിലുണ്ട്. ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ ഒരാൾ പാരായണം ചെയ്യണം. ആ പാരായണം ചെയ്യുന്നത് ശ്രദ്ധയോടെ നമ്മൾ കേട്ടിരിക്കുന്നുണ്ട് എങ്കിൽ ആ വ്യക്തി സുജൂദിലേക്ക് പോയാൽ നമുക്കും സുജൂദിലേക്ക് പോകൽ സുന്നത്താണ്. ഒരാൾ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട്, ഇപ്പം നമ്മളതിലേക്ക് സാഗൂതം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം സുജൂദിൻ്റെ സൂറത്ത് ഓതി, അപ്പോൾ സുജൂദിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ നമുക്കും അത് കേട്ടാൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അതൊരു മസലയായിട്ട് നമ്മൾ പഠിച്ചു വെക്കാം. ഇനി നിസ്കാരത്തിലാകുമ്പോൾ ഇമാമിനെ ഫോളോ ചെയ്യണം, നമുക്ക് വിട്ടിക്കാൻ പറ്റൂല. അതിപ്പോൾ വേണമെന്നും വേണ്ടാന്നൊക്കെ രണ്ടും ചെയ്യാന്നാണല്ലോ. തൽക്കാലം ഇപ്പം എനിക്കിപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഊരവേദന ഉണ്ട്, ഇമാമ ചെയ്തോട്ടെ, ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണെന്ന് പറയാൻ പറ്റുമോ? നിസ്കാരത്തിൻ്റെ അകത്ത് ഫോളോവേഴ്സിന്, മൗമൂമിങ്ങൾക്ക് അതിന് ചാൻസ് ഇല്ല. ഇമാമ് സുജൂദിൽ പോയോ മൗമൂമിങ്ങൾ നിർബന്ധമായും എന്ത് ചെയ്യണം? ഇമാമിനെ ഫോളോ ചെയ്യുക എന്നുള്ള നിലക്ക് കൂടി എന്ത് ചെയ്യണം? അവനും സുജൂദിൽ പോകേണ്ടതുണ്ട്. ഇനി പതുക്കെയുള്ള നിസ്കാരത്തിൽ മുന്നറിയിപ്പ് കൊടുത്തിട്ടേ ഇമാമ് സുജൂദിലേക്ക് പോകാവൂ. ഇപ്പോൾ ളുഹറിന് ഇമാമ് പിന്നെ സബീസ്മ റബ്ബിക്കല്ല മറ്റേ സൂറത്തുൽ അലക്കാണ് പാരായണം ചെയ്തു, അദ്ദേഹം സുജൂദിലേക്കാണ് പോയി. ആൾക്കാർക്കാർക്കും മനസ്സിലാവോ?
പതുക്കല്ലേ ഇതിൽ ഓതണത്. അല്ലെങ്കിൽ അദ്ദേഹം പറയണം, ഞാൻ ഇന്ന് ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം എന്തോതും, അലക്കാണ് ഓതുക, അവസാനം സുജൂദിലേക്ക് പോകുന്ന അറിയിപ്പ് കൊടുത്താൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഉറക്കെ ഓതുന്ന നിസ്കാരത്തിലെ ഇമാം അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. മഅ്മൂമ മാത്രമായിട്ട് സുജൂദിൽ പോകാനും പാടില്ല. അതും അതിൻ്റെ മസലയാണ്. ഇമാമ് സുജൂദ്, എന്തപ്പോൾ ഈ മനുഷ്യൻ പിശാചൊക്കെ കരീണ ഈ സുജൂദായിട്ട് മൂപ്പരെന്തപ്പോൾ സുജൂദ് പോകാത്ത, എൻ്റെ വകയായിട്ട് ഞാൻ വേഗം ഒന്നാണ് പോയി വരാം എന്ന് വിചാരിച്ച് മഅ്മൂം ഒറ്റയ്ക്ക് എന്ത് ചെയ്യരുത്, സുജൂദിലേക്ക് പോകാനും പാടില്ല. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇനി ഇരുന്ന് ഖുർആൻ ഓടുന്ന ഒരാൾ സുജൂദിന് വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കണോ? വേണ്ട. നമ്മൾ ഇരുന്ന് ഖുർആൻ ഓതാണ്, അപ്പം നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് വേണോ സുജൂദിലേക്ക് പോകാൻ? വേണ്ട. ആ ഇരുന്നേടത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സുജൂദിലേക്ക് പോകാം. മറ്റൊന്ന്, തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കണോ? അല്ലാഹു അക്ബർ ചൊല്ലിയിട്ടാണോ ഇങ്ങനെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടത്? അല്ല. ഒന്ന് തക്ബീർ ഒന്നും ചൊല്ലേണ്ടതില്ല. പോകുമ്പോഴും വരുമ്പോഴും തക്ബീർ ചൊല്ലണോ? അതും വേണ്ട. ആയത്തോതിയാണ് അവസാനിക്കുക, നേരെ പോകുക, സുജൂദിലേക്ക് പോകുക. എഴുന്നേറ്റ് നിങ്ങളുടെ ഓത്ത് തുടരുകയാണെങ്കിൽ തുടരുക, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോവുക. ഇനി അടുത്തത്, എന്താണതിൽ ചൊല്ലേണ്ടത്? എന്താണ് നമ്മളതിൽ ചൊല്ലേണ്ടത്? നിങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് ചൊല്ലാനൊന്നും അറിയില്ലേ? എന്നാ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് പറഞ്ഞോളൂ, വിരോധമൊന്നുമില്ല. ഇനി അതല്ല, ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ചില ദുആകളുണ്ട്. ഒന്ന്, സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇതറിയാത്തവർ പഠിക്കുക, അത് നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ സജദ വജ്ഹിയ, എൻ്റെ മുഖത്തെ ഇതാ വെച്ച് കഴിഞ്ഞു, ലില്ലദീ ഖലഖഹു, ആ മുഖത്തെ പടച്ചവൻ, അതിന് രൂപം കൊടുത്തവൻ, കണ്ണും കാതുമൊക്കെ കീറി എനിക്ക് കണ്ണും കാതും ഒക്കെ തന്നവൻ, ബിഹൗലിഹി വഖുവ്വതിഹി, അവൻ്റെ ശക്തിയും പവറൊക്കെ കൊണ്ട്. ഇതാണ് തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് വേറെ ചില റിപ്പോർട്ടിലുണ്ട്. എന്ത്, പടച്ചവൻ ഏറ്റവും എത്ര നല്ല സൃഷ്ടാവാണ് എന്നിങ്ങനെ അർത്ഥം വരുന്ന. അപ്പം അതാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഇനി കുറച്ചും കൂടെ ഈ വിഷയത്തിൽ ഒന്നും കൂടെ നമ്മളൊന്ന് പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു ദിക്റും കൂടി, പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ അത് നമ്മൾ പഠിച്ചു വെക്കണം, നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടായിരിക്കണം. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആണ് ഈ സംഭവം പറയുന്നത്. അദ്ദേഹം പറയണേ, ജാ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി തങ്ങളുടെ സമീപത്തേക്ക് വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? എന്താ അദ്ദേഹം സ്വപ്നത്തിൽ കാണുന്നത്? ഞാനൊരു മരത്തെ സുത്രയാക്കിയിട്ട്, എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ പിന്നിലിങ്ങനെ, സുത്ര എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നിസ്കരിക്കുമ്പോൾ നേരെ ഒരു മറ വേണമല്ലോ മുമ്പിൽ. എവിടെയാണെങ്കിലും നിസ്കരിക്കുമ്പോൾ ഒരു മറ വേണം. വലിയ പുണ്യമുള്ള സംഗതിയാണ്. പള്ളികളിലൊക്കെ നിസ്കരിക്കുമ്പോൾ പല ആൾക്കാരും ചിലപ്പോൾ അതൊന്നും ശ്രദ്ധിക്കൂല. ഒന്നുകിൽ തൂണ്, അല്ലെങ്കിൽ ചുമര്, അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവനായാലും മതി, ഇല്ലെങ്കിൽ ഒരു സ്റ്റൂളിന് മാറ്റിയിട്ടോളിയും അതായാലും മതി, ഇല്ലെങ്കിൽ നമ്മൾ ഖുർആൻ വെക്കുന്ന ആ സാധനം ഒന്നിങ്ങനെ പൊക്കി വെച്ചാൽ അതായാലും മതി. എന്തെങ്കിലും ഒന്ന് ഉണ്ടാകുന്ന വളരെ ഏറ്റവും പുണ്യമുള്ള അക്കതായൊരു സുന്നത്താണ്, നിസ്കരിക്കുന്നവൻ്റെ മുമ്പിൽ ഒരു മറ വേണം. അപ്പം ഞാൻ അങ്ങനെ ഒരു മരത്തെ മറയാക്കിയിട്ട് ഒരു മരത്തിൻ്റെ പിന്നിൽ ഞാൻ അങ്ങനെ നിസ്കരിക്കണം. നോക്കണം, സഹാബിമാരൊക്കെ കാണുന്ന സ്വപ്നേ, ഞാനിങ്ങനെ മരത്തിൻ്റെ പിന്നിൽ ഇങ്ങനെ നിസ്കരിക്കുകയാണ്. അങ്ങനെ ഫസജത്തു, അങ്ങനെ ഒരു സുജൂദിൻ്റെ ആയത്തോതിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സുജൂദിലേക്ക് പോയി. ഫസജദതി ശജറതു ലിസുജൂദി, എൻ്റെ സുജൂദ് കണ്ടിട്ട് മരം സുജൂദിലേക്കാണ് പോയി. സ്വപ്നം കാണണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രല്ല, ആ മരം ഇങ്ങനെ സുജൂദിൽ കടന്ന് പ്രാർത്ഥിക്കുന്നതും ഞാൻ കേട്ടു. എന്താണ് ആ മരം പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ അക്തുബ് ലീ ബിഹാ ഇൻദക അജ്റാ വളഅ അന്നി ബിഹാ വിസ്റാ വജ്അൽ ലീ ഇൻദക ദുഖറാ വതഖബ്ബൽഹാ മിന്നി കമാ തഖബ്ബൽതഹാ മിൻ അബ്ദിക ദാവൂദ്. ഇതിന്റെ അർത്ഥം എന്നറിയോ? അല്ലാഹുവേ, നീ ഇത് കാരണമായിട്ട് നിന്റെ അടുക്കൽ എനിക്ക് വലിയ പ്രതിഫലം രേഖപ്പെടുത്തണേ. ഈ സുജൂദ് കാരണമായി എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപത്തിൻ്റെ ഭാരങ്ങളെ നീ പൊറുത്തു തരണേ. നിന്റെ അടുക്കൽ എനിക്ക് വലിയ ഒരു സൂക്ഷിപ്പ് സ്വത്താക്കി ഈ സുജൂദിനെ നീ മാറ്റണേ. നിന്റെ അടിമയായ ദാവൂദ് നബി അലൈഹിസ്സലാമിൽ നിന്ന് നീ സ്വീകരിച്ചതുപോലെ എന്നിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണേ. ഇതാണ് ആ മരം പ്രാർത്ഥിക്കുന്നത്. എന്താ ദാവൂദ് നബി ഇതിൽ നിന്ന് സ്വീകരിച്ചതുപോലെ എന്ന് പറയാൻ കാരണം എന്താ അറിയോ? സൂറത്ത് സ്വാദിൽ അള്ളാഹു താല പറയുന്നുണ്ട്, ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനീതമായിട്ട് സുജൂദ് കിടന്നൊരു രംഗം പറയുന്നുണ്ട്. ഖറ റാക്കിഅൻ വഅനാബ്,
റുക്കൂയിലും സുജൂദിലുമായിക്കൊണ്ട് അദ്ദേഹം വീണു, താണ് കേണ് റബ്ബിൻ്റെ മുമ്പിൽ പശ്ചാത്തപിച്ചു എന്നാണ്. അത് പറഞ്ഞിട്ട് അല്ലാഹു തആല ഉടനെ പറയുന്നുണ്ട് ഫഗഫർനാ ലഹു, അദ്ദേഹത്തിന് പുറത്താണ് കൊടുത്തു. അതുപോലെ നിന്റെ അടിമയായ ദാവൂദിൽ നിന്ന് നീ സ്വീകരിച്ചതുപോലെ എന്നിൽ നിന്ന് എൻ്റെ ഈ സുജൂദ് നീ സ്വീകരിക്കണേ. ഇതാണ് പ്രാർത്ഥന. ഇത് നബിതങ്ങളോട് ആര് വന്നിട്ട് പറയണേ? ഒരു സഹാബി വന്നിട്ട് താൻ കണ്ട സ്വപ്നം പറയണം. ഇനി നോക്കൂ നിങ്ങൾ, ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇനി സംഭവം പറയണം. പിന്നീട് ഇത് കേട്ടതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സുജൂദിൻ്റെ ഒരായത്തോതി, എന്നിട്ട് സുജൂദ് ചെയ്തു. ആ സുജൂദ് ചെയ്തപ്പോൾ ആ മരം പറഞ്ഞതുപോലെ നബിതങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാം. അപ്പോൾ ഇത് അപ്പം എന്താണ്? ഒന്നുകിൽ നമുക്ക് സുബ്ഹാന റബ്ബിയൽ അഅല, അതല്ലെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഇങ്ങോട്ട് ചേർത്ത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിക്കുകയാണെങ്കിൽ ഇതും നിങ്ങൾക്ക് ആവർത്തിച്ച് ഇതിങ്ങനെ കേട്ടാൽ നിങ്ങൾക്കും പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അതൊക്കെ അതിൻ്റെ ഒരു പൂർണ്ണമായ രൂപമാണ്, രീതിയാണ് എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സഹോദരങ്ങളെ, ഈ സുജൂദ് ചെയ്യുമ്പോൾ ഇതിന് തശഹുദുണ്ടോ, അത്തഹിയാത്തുണ്ടോ? സുജൂദ് ചെയ്തതിൻ്റെ പിന്നെ അത്തഹിയാത്തുണ്ടോ? ഇല്ല. ശേഷം സുജൂദ് കഴിഞ്ഞ് സലാം വീട്ടണോ? വേണ്ട, അതുമില്ല. അതൊക്കെ സാധാരണ ആൾക്കാർ ചോദിക്കുന്നത് ഞാനിങ്ങനെ ഓർത്ത് നോട്ട് ചെയ്തിട്ട് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ സാധാരണ ചോദിക്കാറുണ്ട്, ഇതിന് ഉളു വേണോ, ഹൈലുകാരിക്ക് ചെയ്യാമോ, ഔറത്ത് മറക്കണോ, ഖിബിലക്ക് മുന്നിടണോ? അതൊക്കെ അതിൻ്റെ ശ്രേഷ്ഠമായ രീതിയാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്നാൽ ചില ഘട്ടങ്ങളിൽ ഇപ്പോൾ സ്ത്രീകൾ തലയിൽ മുണ്ടൊന്നുമില്ലാതെ തലയിൽ തലയൊന്നും മറക്കാതെ ഇരുന്നിട്ട് ഖുർആൻ ഓതൂലേ, ഇപ്പോൾ സുജൂദ് ചെയ്തൂടെ? ചെയ്യാം എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ആളുകൾ അവരതിന് തെളിവായിട്ട് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ സുജൂദ് ചെയ്തപ്പോൾ മുശ്രിക്കുകളും സുജൂദ് ചെയ്തു എന്നാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ സുജൂദ് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ പണ്ഡിത ലോകത്തുള്ള ചർച്ചകളാണ്. നേരത്തെ പറഞ്ഞത് ഇവിടെ ഓർക്കുക, ഈ ഇളവ് മാത്രം എടുക്കണ്ട, പൂർണ്ണതക്ക് ഒക്കെ വേണം. ഉളു ഉണ്ടായിക്കോട്ടെ, ഖിബിലക്ക് മുന്നിട്ടിട്ട് ആയിക്കോട്ടെ, തലക്ക് പറിച്ച് ആ പൂർണ്ണമായ നിസ്കാരത്തിൻ്റെ രീതിയിൽ തന്നെ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ തന്നെ. എന്നാൽ ചില ഘട്ടങ്ങളിൽ അതിനൊക്കെ ഒരു പ്രയാസം തോന്നുമ്പോൾ വേണമെങ്കിൽ ചെയ്യാം. ഇത് നിസ്കാരം തന്നെയാണോ അതോ നിസ്കാരത്തിൻ്റെ പുറത്തുള്ള ഒരു ഏർപ്പാടാണോ എന്നുള്ള തർക്കത്തിൽ നിന്നാണ് ഈ തർക്കവും ഉടലെടുക്കുന്നത്. നിസ്കാരമാണെന്ന് അഭിപ്രായപ്പെട്ടവരെന്ത് പറഞ്ഞു? നിസ്കാരത്തിന് വേണ്ട ഷർത്തൊക്കെ ഇതിനും വേണം. അതല്ല, ഇതൊരു കേവലം നിസ്കാരത്തിന് പുറത്തുള്ള ഒരു സൽക്കർമ്മമാണ് എന്ന് പറഞ്ഞവരാണ് മറ്റേ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ചുരുക്കത്തിൽ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ഒരു വീക്ഷണ വ്യത്യാസം ഉണ്ടാവാൻ കാരണം അതാണ്. അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ നിസ്കാരത്തിലാണെങ്കിൽ സുജൂദിന് ശേഷം എഴുന്നേറ്റാൽ നമുക്ക് വേണമെങ്കിൽ അല്പം ഓതാം, അല്ലെങ്കിൽ നേരെ റുകൂയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നിസ്കാരത്തിൽ സൂറത്തുൽ അലഖ് ഓതി, അങ്ങനെ ആ സുജൂദിൻ്റെ നേരെ സുജൂദിലേക്കാണ് പോയി. പിന്നെയും നമ്മൾ നൃത്തത്തിലേക്ക് വരണമല്ലോ. നൃത്തത്തിലേക്ക് വന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു ചെറിയ സൂറത്തും കൂടി ഓതിയിട്ടാണോ റുക്കൂയിൽ പോകേണ്ടത്, അതോ നൃത്താണ് പൂർത്തിയാക്കിയതിൻ്റെ ശേഷം നേരെ റുക്കൂയിലേക്ക് പോകാമോ? രണ്ടും ആവാം. വേണമെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയൊരു സൂറത്ത് ഓതാ എന്നിട്ട് റുക്കൂയിൽ പോവാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നേരെ അങ്ങോട്ട് നിന്നു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നൃത്തത്തിലേക്ക് നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് റുക്കൂയിലേക്ക് നേരിട്ട് പോവുകയും ചെയ്യാം. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ അറിയാനും അറിഞ്ഞ നേരെ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനും തൗഫീക്ക് നൽകപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായി ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.